ഹലോ ഫ്രണ്ട്സ്, ബി എഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ രൂപത്തിൽ ഒരുപാട് മോഡലുകളിൽ ലെസൺ പ്ലാനുകൾ എഴുതാനുണ്ടാവും. അതിലെ ഡിസ്കഷൻ ലെസൺ പ്ലാന് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിൻ്റെ ഒരു ചെറിയ മോഡലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് വരുന്നത് ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഈ മോഡൽ മാത്രമാണ് പറയുന്നത്, വ്യത്യസ്തമായ രൂപത്തിലുള്ള മോഡലുകൾ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലാണ് ആദ്യം പറയുന്നത്. ലെസൺ പ്ലാൻ എഴുതി തുടങ്ങുമ്പോൾ ആദ്യം പ്രിലിമിനറി ഡീറ്റെയിൽസ് കൊടുക്കണം. നെയിം ഓഫ് ദ ടീച്ചർ, നെയിം ഓഫ് സ്കൂൾ, സബ്ജക്റ്റ്, യൂണിറ്റ്, അതുപോലെ തന്നെ ടോപ്പിക്, ഏത് സബ്ജക്റ്റ് ആണോ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ അതിലേത് യൂണിറ്റും ആണ്, അതുപോലെ തന്നെ ആ യൂണിറ്റിൽ ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു ഒരു പ്രിലിമിനറി ഡീറ്റെയിൽസ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഏത് ക്ലാസ്സിലാണ്, സ്റ്റാൻഡേർഡ്, നമ്മൾ ബോർഡിൽ പോയി എഴുതുമല്ലോ കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ്, സ്ട്രെങ്ത്, ഡിവിഷന്, പിന്നെ ഡ്യൂറേഷൻ, ഏത് ഡേറ്റ് ആണോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ കരിക്കുലർ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. അവിടെ നമ്മൾ എഴുതേണ്ടത് മലയാളം മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും വിവരശേഖരണത്തിലൂടെയും അധ്യാപികരുടെ വിശദീകരണത്തിലൂടെയും കുട്ടി ലായനികൾ, ഏത് ടോപ്പിക്കാണോ നമ്മൾ പറയാൻ പോകുന്നത്, ലായനികൾ എന്ന ആശയം രൂപീകരിക്കുന്നു. അതാണ് കരിക്കുലർ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എഴുതേണ്ടത്. ആ കുട്ടി നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വേണം നമ്മൾ കരിക്കുലർ സ്റ്റേറ്റ്മെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടന്റ് അനാലിസിസിൽ എഴുതുന്നത് ടേംസ്, ഫാക്റ്റ്, കോൺസെപ്റ്റ് അതൊക്കെ എഴുതുന്ന സമയത്ത് ആദ്യം ടേംസ്, അതിൽ വരുന്ന ടേംസുകൾ ഏതൊക്കെയാണ്, ലായനികൾ എന്ന ടോപ്പിക്കിൽ വരുന്ന ടേംസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ലായനികളിൽ വരുന്ന ടോപ്പിക്സ് ആണ് ലീനം, ലായകം, ലായനിയുടെ ഗാഢത. ഈ കാര്യങ്ങളാണ് അതിൽ വരുന്ന ടേംസ്. ഫാക്റ്റ് വരുന്നത്, ഒന്നാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ലായനിയിൽ ലീനം, ലായകം എന്നിവ അടങ്ങിയിരിക്കുന്നു. ജലീയ ലായനിയിൽ ജലമാണ് ലായകം. അതായത് ഇതിൽ വരുന്ന ഫാക്റ്റുകളാണ് കേട്ടോ. ജലീയ ലായനിയിൽ ജലമാണ് ലായകം. അടുത്ത വരുന്ന ലായനിയുടെ സവിശേഷതകളിൽ ഒന്നാണ് ലായനിയുടെ ഗാഢത. ഇതൊക്കെയാണ് അതിൽ ഫാക്റ്റുകൾ വരുന്നത്. ഇനി കൺസെപ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ, ഒരു ലീനം ലായകത്തിൽ ലയിച്ച് ചേർന്ന് ഉണ്ടാകുന്നതിനെ ലായനി എന്ന് പറയുന്നു. ഒരു ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്ന് ഉണ്ടാകുന്നതിനെ ലായനി എന്ന് പറയുന്നു. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഇതാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന കണ്ടന്റ് അനാലിസിസ് വരുന്നത് ടേംസ്, ഫാക്റ്റ്, കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് ഇത് മൂന്നുമാണ് നമ്മൾ അതിൽ ഇങ്ങനെ ഈ രൂപത്തിൽ എഴുതേണ്ടത്. പിന്നെ ലേണിംഗ് ഔട്ട്കംസ് ടു എനേബിൾ ദ ലേണറിങ്, റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റ്. ഈ കാര്യത്തിൽ വരുന്നതാണ് റിമെമ്പറിംഗിൽ റീകാൾ ദ കൺസെപ്റ്റ് ഓഫ് സൊല്യൂഷൻ, റെക്കഗ്നൈസ് ദ കൺസെപ്റ്റ് ഓഫ് സൊല്യൂഷൻ. അണ്ടർസ്റ്റാൻഡിംഗിൽ വരുമ്പോൾ എക്സ്പ്ലെയിനിങ് ദ കൺസെപ്റ്റ് ഓഫ് സൊല്യൂഷൻ, ഇല്ലുസ്ട്രേറ്റ് ദ കൺസെപ്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഇതൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. അപ്ലൈയിങ്, എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് ഷോയിങ് കൺസെപ്റ്റ് ഓഫ് സൊല്യൂഷൻ, അനലൈസിങ്, കമ്പയറിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, ഇവാലുവേറ്റിംഗ് ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻ ഓഫ് സൊല്യൂഷൻ, ക്രിയേറ്റ്, പ്ലാനിങ് ആൻഡ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു സൊല്യൂഷൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റിമെമ്പറിങ് ആണെങ്കിലും, അതായത് നമ്മൾ റിമെമ്പറിങ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, നമ്മൾ ബി എഡിൽ പഠിക്കുന്നുണ്ട് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതിലൊക്കെ വരുന്ന റിമെമ്പറിങ് ആണ് റീകാൾ ദ കൺസെപ്റ്റ് ഓഫ് സൊല്യൂഷൻ, റെക്കഗ്നൈസ് ദ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിലേക്ക് എത്തും, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ലുസ്ട്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ കുട്ടികൾക്ക് കൊടുക്കും. അതിനുശേഷം വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷനുകൾ ഏതൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷനുകൾ, ടൈപ്സ്, അതിനെ പറ്റി പറയും. അതിനെ നമ്മൾ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷനുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതുമായി ലാസ്റ്റ് ബന്ധപ്പെട്ടിട്ട് അതിനുമായിട്ടൊരു നമ്മളൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വരുന്നുണ്ട് പ്രീ റിക്വസൈറ്റ്സ്. കുട്ടികൾക്ക് ലായനി, വാട്ട് ഈസ് സൊല്യൂഷൻ, എന്താണ് സൊല്യൂഷൻ, അതുപോലെ തന്നെ എന്താണ് ലായനി എന്നതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് ഒരു മുൻധാരണയുണ്ട്. കുട്ടികൾക്ക് ഏകദേശം അതിനെ പറ്റി അറിയാം. പ്രീ ലേണിംഗ് ടീച്ചിങ് എയ്ഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ICT യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം, ICT യൂസ് ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നേരെ എന്തൊക്കെയാണ് ഇങ്ങനെ ടീച്ചർ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ക്ലാസ് റൂം ഇൻറ്ററാക്റ്റീവ് പ്രൊസീജിയർ പറയാൻ പോകുന്നതാണ്. എങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്, ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് എങ്ങനെയാണ് കുട്ടികൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ. അധ്യാപകൻ സൗഹൃദ സംഭാഷണത്തിലൂടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. വ്യത്യസ്തമായ ക്ലാസ് കയറി കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അറിയണ്ടാവും, ബി എഡ് അറിയണ്ടാവും. ഒരു ദിവസം മനു സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയപ്പോൾ അവന് നല്ല തൊണ്ടവേദന അനുഭവപ്പെട്ടു. അവൻ കാര്യം അമ്മയെ അറിയിച്ചു. അമ്മ പോയി കുറച്ച് ഉപ്പുവെള്ളം കൊണ്ടുവന്നതിന് ശേഷം അവനോട് വായിൽ കൊള്ളാൻ ആവശ്യപ്പെട്ടു. മനു ഉപ്പുവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ പറ്റി ചിന്തിച്ചു. അവൻ അതിനെക്കുറിച്ച് അമ്മയോട് അന്വേഷിച്ചു. ഉപ്പുവെള്ളം ഒരു ലായനിയാണെന്ന് അമ്മ അവന് വിശദീകരിച്ചു നൽകി.
ഇനി നമ്മൾ അതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ലായനി എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം കുട്ടികൾക്കുള്ള ഇൻട്രൊഡക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റും. അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് പഠന പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കുന്നു. ഡെവലപ്മെന്റിലാണ് വരുന്നത്. അധ്യാപിക കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് പഠന പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കുന്നു. ആക്ടിവിറ്റി 1 ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. അധ്യാപകൻ ലീനം, ലായകം എന്നിവയുടെ നിർവചനം അടങ്ങിയ സ്ലൈഡ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നു. അധ്യാപകൻ എന്താണ് ലീനം, എന്താണ് ലായകം എന്നിവയുടെ നിർവചന ഡെഫിനിഷൻ എന്താണ് ഒരു സ്ലൈഡിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കൺസോളിഡേഷൻ, ലീനം ലായകം ലയിച്ചു ചേർന്നുണ്ടാകുന്നതിന് ലായനി എന്ന് പറയുന്നു. ലായനിയിൽ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്നതിനെ ലീനം എന്നും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്നതിനെ ലായകം എന്നും പറയുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുമ്പോൾ അധ്യാപകൻ ICTയുടെ സഹായത്തോടു കൂടി ഒരു ടേബിൾ കാണിച്ച് അത് പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു. ലായനിയുടെ അവസ്ഥ, ലായകത്തിൻ്റെ അവസ്ഥ, ലീനത്തിൻ്റെ അവസ്ഥ. അതിൽ പിച്ചള, ഉപ്പിലായനി, സോഡാവെള്ളം, ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. അപ്പോൾ ലായനിയുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിച്ചള എന്തായിരിക്കും അവസ്ഥ, ഖരം. ഉപ്പിലായനി എന്തായിരിക്കും, ദ്രാവകം. സോഡാവെള്ളം ദ്രാവകം. ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം ഏതായിരിക്കും വരിക, ദ്രാവകമാണ്. ലായകത്തിൻ്റെ അവസ്ഥ, പിച്ചളാവുന്ന സമയത്ത് ഖരമാണ്. ഉപ്പിലായനി ആകുമ്പോൾ ലായകത്തിൻ്റെ അവസ്ഥ ദ്രാവകം. പിന്നെ ലീനത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ പിച്ചളാവുമ്പോൾ ഖരം തന്നെയാണ് ഉപ്പിലായനിയിൽ ലീനത്തിൻ്റെ അവസ്ഥ ലീനമാണല്ലോ, ഖരം. അതുപോലെ തന്നെ സോഡാവെള്ളത്തിൽ ലീനത്തിൻ്റെ അവസ്ഥ വാതകമാണ്. ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതത്തിൽ ദ്രാവകം ലീനത്തിൻ്റെ അവസ്ഥ. അപ്പോൾ കൺസോളിഡേഷൻ ലായകത്തിൻ്റെ ഭൗതികാവസ്ഥ തന്നെ ആയിരിക്കും ലായനിയുടെ അവസ്ഥ. ലായകത്തിൻ്റെ അവസ്ഥ എന്താണോ ആ ഭൗതികാവസ്ഥ തന്നെ ആയിരിക്കും ലായനിയുടെ അവസ്ഥ, കൺസോളിഡേഷൻ. നിങ്ങൾക്ക് ഈ ലെസൺ പ്ലാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ലെസൺ പ്ലാനുകൾ അയച്ചു തരാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3ലേക്ക് അധ്യാപകൻ ICTയുടെ സഹായത്തോടു കൂടി 2 ക്ലാസ്സുകളിൽ തുല്യ അളവ് ജലം എടുക്കുന്നതും ഒന്നാമത്തേതിൽ 2 തരി KMnO4ഉം രണ്ടാമത്തേതിൽ അതിൻ്റെ ഇരട്ടി തരി 4 തരി KMnO4ഉം ഇടുന്നതായ വീഡിയോ പ്രദർശിപ്പിക്കുന്നു. കുട്ടികളോട് പരീക്ഷണം നിരീക്ഷിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് വരുന്നത്, ആദ്യത്തെ ഗ്ലാസ്സിൽ എത്ര തരി KMnO4 ഇട്ടു, രണ്ടാമത്തെ ഗ്ലാസ്സിലോ, 2 ഗ്ലാസ്സിൽ നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ, നിറവ്യത്യാസത്തിന് എന്താണ് കാരണം, അതാണ് കുട്ടികളോട് ഡിസ്കഷൻ ചോദിക്കുകയാണ്. അവിടെ ഒരു ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഡിസ്കഷന് വേണ്ടി ചോദിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ എത്ര തരി KMnO4 ഇട്ടു, രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര തരിയാണ് ഇട്ടത്, 2 ക്ലാസ്സിലും നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ, നിറവ്യത്യാസത്തിന് എന്താണ് കാരണം. കൺസോളിഡേഷൻ, ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ള ലായനിക്ക് ഗാഢത കൂടുതലായിരിക്കും. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ഗാഢത. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കൺസോളിഡേഷൻ. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയും, കൂടുതലാണെങ്കിൽ ഗാഢലായനിയുമാണ്. ഇതാണ് കൺസോളിഡേഷൻ വരുന്നത്. ആക്ടിവിറ്റി 4 അധ്യാപകൻ ലായനിയുടെ ഗാഢതയും ഗാഢത പ്രസ്താവിക്കുന്ന അളവുകളും അടങ്ങിയ ഒരു സ്ലൈഡ് പ്രദർശിപ്പിക്കുന്നു. ലായനിയുടെ ഗാഢത, ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ്, മാസ് പെർസെൻറ്റേജ്. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു, ലീനത്തിൻ്റെ അളവ് ബൈ ലായനിയുടെ അളവ് ഇൻറ്റു 100. പാർട്സ് പെർ മില്യൺ, ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗമാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവ്. ഇതിൽ റിവ്യൂ ആയിട്ട് വരുന്ന റിവ്യൂ ക്വസ്റ്റ്യൻസ്. ലായനിയുടെ ഘടകങ്ങൾ എന്തെല്ലാം, ലായനിയുടെ ഗാഢത എന്നാൽ എന്ത്, ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന അളവുകൾ എത്ര. ഫോളോ അപ്പ് ആക്ടിവിറ്റി, ലായനികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലെസൺ പ്ലാൻ വരുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം. ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. എങ്ങനെയാണ് എഴുതേണ്ടത്, ഡിസ്കഷൻ ലെസൺ പ്ലാൻ എഴുതേണ്ട ഒരു മോഡലാണ്. ഗ്രൂപ്പായി തിരിച്ചിട്ട് ഡിസ്കഷൻ പോയിന്റ്സ് കൊടുത്തിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ലെസൺ പ്ലാനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ആഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് കണ്ടന്റുകൾ ആഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ തന്നെ PDF ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.